ഹായ് ഫ്രണ്ട്സേ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരമുണ്ട്. എന്തുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? നിങ്ങൾ പല്ലെല്ലാം തേച്ച് ചായയെല്ലാം കുടിച്ചോ? ഞാൻ ഇതാ എഴുന്നേറ്റിട്ടേ ഉള്ളൂ കേട്ടോ. മുഖമെല്ലാം ഒന്ന് സെറ്റായി. ഇനി വേഗം പോയിട്ട് നമുക്ക് പാല് വാങ്ങിക്കൊണ്ടുവരണം. അന്നേരം ഞാനൊന്ന് അടുക്കളയിൽ ചെന്ന് നോക്കിയാലാണ് ഈ ഒരു രംഗം കണ്ടത്. എന്താ രംഗം എന്നറിയോ? ഒന്ന് കണ്ടു നോക്കി. ഇതാ പത്തിരി രണ്ടെണ്ണത്തിലാണ് ഉമ്മ ഉണ്ടാക്കുന്നത്. 2 ഫ്രൈ പാൻ കേട്ടോ. അതിൻ്റെ ഒരു കാരണം എന്താ ഉമ്മ, നിങ്ങളെന്താ ഇങ്ങനെയല്ല കാണിക്കുന്നത്? മര്യാദയ്ക്ക് ഒന്നിലങ്ങ് ആക്കിയാൽ പോരേന്ന് ഞാൻ ചോദിച്ചു. ഉമ്മ പറഞ്ഞു, മോനെ ഇനി പറയും പോലെ അല്ല, വലിയ പത്തിരി കല്ലുണ്ടെങ്കിൽ ഒരു 5-6 പത്തിരി ഒപ്പരം ചൂടാ. ഇതിൻ്റെ മുകളിലാകുമ്പോഴത്തേക്ക് 9 മണി കഴിയൂ, 8:30 ചായ കുടിക്കണ്ടേ, ഒരുപാട് ലേറ്റ് ആവും, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെടുത്ത് പത്തിരി കല്ലില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ കേട്ടോ. മിൽക്ക് വാങ്ങാൻ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പുറത്തിറങ്ങിയതും ഒരു പ്രത്യേക രീതിയിലുള്ള തണുപ്പ്. ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മാസം തന്നെയല്ലേ. ഓരോരുത്തർ മണാലിയിലെല്ലാം പോയിട്ട് ഓരോ വീഡിയോ എല്ലാം ഇടുന്ന കാണാം. നമുക്ക് മണാലിയിലൊന്നും പോകാനുള്ള ഗതിയും ഇല്ല, ഇപ്പോൾ ഇവിടെ ആയതുകൊണ്ട് തീരെ പോകാനും ആവുമല്ല. അതുകൊണ്ട് നമ്മൾ പൊലച്ചൊക്കെ കിട്ടുന്ന തണുപ്പൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുക. എന്നെപ്പോലെ തന്നെ അങ്ങനെ മണാലിയിലൊന്നും പോകാനാകത്തോല് എന്ന് പറഞ്ഞാൽ ഒരു 5 മണിക്കെല്ലാം എണീച്ചിട്ട് കോലായിൽ വന്നു നിന്നാൽ ഒരു പ്രത്യേകതരം തണുപ്പ് കിട്ടും. മണാലിയാന്ന് കണ്ണടച്ച് വിചാരിച്ചിട്ട് ആ തണുപ്പത്ത് കുറച്ച് നേരം നിന്ന് വിറക്കുമെങ്കിൽ ഉള്ളിലേക്ക് കയറിയാൽ മതി. ഇത് കണ്ട ഞങ്ങൾ ഓല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമ്മളെ വടകരക്കാർക്കെല്ലാം അറിയാലോ, ഓല എന്ന് തന്നെയല്ലേ പറയുക. എല്ലാ നാട്ടിലും ഓല എന്ന് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചേരം കണ്ടിട്ടോ. പണ്ട് എൻ്റെ ഉമ്മ മടയിലുണ്ടതിന് ഓല, എന്നിട്ട് പഴയ പുര കെട്ടുവാനും അതിനെല്ലാം ഉപയോഗിക്കുന്നത്. ഇതിവിടെ ഇപ്പം വിൽക്കുന്ന കണ്ട ഓലയും കക്കോലും ഒക്കെ ഇവിടുന്ന് വിൽക്കുകയാണ് കേട്ടോ. കാലം പോയൊരു പോക്ക്, ഹൈടെക്. എന്തായാലും നേരെ പാല് വാങ്ങാൻ പോയി. അവിടെ പാലിത് ഏകദേശം 3/4 ഭാഗം തീരുവാനായി കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ അളന്ന് പാരുക ചെയ്യുക, എന്നിട്ട് ഇതേപോലെ മെഷീനിൽ വെച്ച് ഇതാക്കി തരും. അപ്പോൾ അതൊരു ഉപകാരമാണല്ലോ. പാത്രം കൊണ്ടുപോകണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഇന്നലെ ആടുന്ന് ഞാനൊരു കരിക്ക് വാങ്ങിനു. അതിൻ്റെ പൈസ ഗൂഗിൾ പേ പെട്ടെന്ന് വർക്ക് ചെയ്യാണ്ടായിപ്പോയി. മനുഷ്യനങ്ങ് ബേജാറായിപ്പോയി. മൂപ്പര് പറഞ്ഞ് അത് സാരമില്ല, ഇന്ന് പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കഴിച്ചലായതാട്ടോ. ചായക്കട കണ്ടു നോക്കുമ്പോൾ എന്തോ ഒരു പരവേശവും, എന്തല്ലോ ഒരു പൈപ്പും എന്തല്ലോ ആയൂടാ. അപ്പം ഞാനൊരു കാര്യം ചെയ്ത് ഒരു ചായ നല്ലോണം പഞ്ചാരയിട്ട് കലക്കിങ് എടുത്തോന്ന് പറഞ്ഞ് ഓർഡർ ചെയ്ത് അവിടെ നിന്ന്. അപ്പോൾ നല്ല പാലുവാർന്ന ചായ രാവിലെ തന്നെ ചൂടോടെ ഊതി കുടിക്കുമ്പോൾ അത് വേറൊരു സുഖമാണല്ലോ. പുരേന്ന് കിട്ടിയിട്ടല്ല കേട്ടോ, പക്ഷേ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ കുടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രസം തന്നെയാണ്. ഇങ്ങനെ ഓരോ വണ്ടികൾ പോകുമ്പോൾ അത് നോക്കി ഇളം കാറ്റുമായിട്ട് ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ അങ്ങനെ കുടിക്കുന്നത്? അപ്പം വേം ചായ കുടിക്കുന്നുണ്ട്. ഗൂഗിൾ പേ ആറ്റം വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ പ്ലേറ്റോ ഗ്ലാസ്സോ ഞാൻ കകണ്ടേ വരുമോ എന്നുള്ളൊരു ബേജാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇത് വർക്ക് ചെയ്യാണ്ടായി പോകുന്നുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് ചായ വലിച്ചു കുടിച്ചതിന് ശേഷം എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക എനർജി വന്ന പോലെ നടത്തത്തിൻ്റെ സ്പീഡെല്ലാം നല്ലോണം കൂടി കിട്ടോ. ഈ പോകുന്ന കാക്ക വരെ ബേജാറായിപ്പോയി. ഈ ചങ്ങ ഇതെന്ത് നടത്താമെന്ന് വിചാരിച്ചിട്ട് ഉമ്മാൻ്റെ പ്രാർത്ഥന പടച്ചോൻ കേട്ടുന്നാ തോന്നുന്നത്. വരുന്ന വഴിക്ക് ബായൻ്റെ ഉള്ളിലുള്ള മറ്റേ ഉണ്ണിക്കാമ്പില്ലേ, നിങ്ങളെ നാട്ടിലെന്ന് അതിന് പറയാമെന്നറിയല്ല. ബായ പൊളിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഈ ട്യൂബ് പോലെയുള്ള സാധനം ഇതിന് ഉണ്ണിക്കാമ്പ് എന്നാണ് പറയുക. ഇവിടെ ഉള്ളവരൊന്നും ഇത് ഉപയോഗിക്കലില്ല എന്ന് തോന്നുന്നു. നമ്മളെ നാട്ടിൽ ഇത് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കും. അപ്പോൾ ഉമ്മ കുറേ സാധനം പറയുന്നത് നീറ്റാവുന്ന കിട്ടിയാൽ തരക്കേടില്ലേനും. അപ്പോൾ ഇടവലത്തുള്ള ഈ ഒരു ഇത്തുണ്ട്, നമുക്ക് നാടൻ മുട്ടയെല്ലാം തരുന്നത്. ഒരു ചോദിച്ചിട്ട് ഉണ്ണിക്കാമ്പ് മാണോന്ന്. ഞാൻ പിന്നെ മാണോന്ന് ചോദിച്ചിട്ട് മാണ്ടാന്ന് പറഞ്ഞാൽ ഇങ്ങി കാലുകുത്താൻ എനിക്ക് ആവുമല്ലോ. അഥവാ ഇവരാറ്റം കണ്ട് ഉമ്മാനോട് ഞാൻ മാണോന്ന് ചോദിച്ചിട്ട് ചെറിയോ മാണ്ടാന്ന് പറഞ്ഞിക്കെന്ന് പറഞ്ഞാൽ പിന്നെ അതിന് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ വാങ്ങിയതാട്ടോ. എന്തായാലും ഇതിൻ്റെ നല്ലൊരു ഉപ്പേരിയും ചോറും ആയിരിക്കും ഇന്ന് പുറത്തു പോയിട്ട് ലേശം ബിരിയാണി ആറ്റം തിന്നാം. ഉണ്ണിക്കാമ്പ് ഉപ്പേരിയാന്ന് നമുക്കുണ്ടോ ശരിയാകുന്നത്? ഉമ്മാൻ്റെ മുഖം നോക്ക്, 100-ൻ്റെ അല്ല 200-ൻ്റെ ബൾബിട്ട പോലെ ഉണ്ട്. പിന്നെ ഈ ബീഫ് കണ്ടേരായ ആഗ്രഹം ഞാനങ്ങ് മാറ്റി. കാരണം ബീഫുണ്ട്, ലേശം ചോറും ബീഫും വെച്ച് തിന്നാം. ബിരിയാണി അയച്ച് വെറുതെ പൈസ പോക്കണ്ടല്ലോ. അൽഹംദുലില്ലാഹ് ഹൈറ്. പത്തിരിക്ക് കൂട്ടുവാനാണ് ഈ കറി ഉള്ളത്. അപ്പോൾ ലേശം എടുത്ത് വെക്കുവാൻ പ്രത്യേകം പറയണം. കാരണം ഉണ്ണിക്കാമ്പ് നല്ല ഐറ്റമാണ്, ശരീരത്തിനും മനസ്സിനും വളരെ നല്ല ഒരു ഉപ്പേരിയാണത്. പക്ഷേ എന്താണെന്നറിയല്ല, ഇതൊന്നും എനക്കങ്ങ് തിന്നാൻ തോന്നുമല്ല. ചെറുപ്പത്തിലെ ശീലി കയറ്റായിരിക്കും. നമ്മളെ വടകര ഭാഗത്തൊന്നും ഇതില്ല കേട്ടോ. ഇവലെ കൊടുവള്ളി പിന്നെ ഈ കോഴിക്കോട് ഏരിയയിലാണ് ഇതുള്ളൂ. ഇത് കാണുന്ന വടകര കറിയായിരിക്കും. അന്നാനെ ഉണ്ണിക്കാമ്പ് അതൊന്നും ഞാൾ കണ്ടില്ലല്ലോ. ഞങ്ങൾ വായൻ്റെ കൂമ്പല്ലേ ഇത് വെക്കൽ. നമ്മൾ കൂമ്പാ വെക്കുക. മറ്റേ ആ സാധനം ഉണ്ടല്ലോ ഈ ബ്രൗൺ കളറുള്ള, അത് ഇവലെ നാട്ടിലില്ല. അങ്ങനെ ഓരോ നാട്ടിലും ഓരോ രീതിയാണല്ലോ. ഇന്നും പതിവ് പോലെ അമ്മ പാല് വാർന്നതും നമ്മൾ കട്ടനുമാണ് കേട്ടോ. ഇന്നലത്തെ ചായ കണ്ടിട്ട് ഇതെന്തെന്നാ തീരെ കളറില്ല, ഇതിൻ്റെ എന്തിനാ ഇത്രക്കാരം വെള്ളം കുറച്ച് പാലേ വാർന്നുള്ളൂ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഉമ്മ അങ്ങനെ കേട്ടോ, വെള്ളം കൂടുതൽ ഒഴിക്കും, പാല് കുറച്ചേ വാരും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ലൈറ്റ് കളർ വന്ന്. ഇന്ന് ലേശം കൂടി നിങ്ങളെ അഭിപ്രായം മാനിച്ചിട്ട് കളർ കൂട്ടിയേക്ക്. ഓക്കെ, അപ്പം നല്ല ബീഫും പത്തിരിയും അടിക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കിയിലേക്ക് കിടക്കാം. ഉണ്ണിക്കാമ്പ് മുറിക്കുന്ന അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടു പഠിച്ചോട്ടോ. ഇങ്ങനെയാണ് ഓരോ കഷ്ണം മുറിക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള ഈ നൂല് പോലത്തെ സാധനം ഇങ്ങനെ കൈമേൽ ഇങ്ങനെ ചുറ്റണം.
എന്തെല്ലാം മെനക്കേടല്ലേ ഇതെല്ലാം ഒന്ന് ഉപ്പേരി വെച്ച് എടുക്കണമെങ്കിൽ. ഏറ്റവും സുഖം കേബേജാണ്. അതെല്ലാം വേഗം അരിഞ്ഞിട്ട് വേഗം അങ്ങാവും. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ആയുധം വെച്ചുള്ള കളിയാണ്. അറിയാത്തവർക്ക് പറ്റുമല്ല. ഇടയ്ക്കെങ്കിലും ഒരു ചോറെല്ലാം പാർക്കുന്ന ഐറ്റുകളെല്ലാം ഉണ്ടാവും നമ്മളെ വീഡിയോ കാണുന്ന. കുക്കിംഗ് ഒന്നും അറിഞ്ഞൂടാത്ത പെണ്ണുങ്ങൾ ഓലൊന്നും ഈനി വെക്കണ്ട. ഇതെല്ലാം എക്സ്പേർട്ടുകാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ചോറും ചമ്മന്തി ഉണ്ടാക്കലേ നിങ്ങൾക്കെല്ലാം നടക്കൂ. ഈറ്റ റിസ്ക്കുള്ള ഉപ്പേരി ഒന്നും നിങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഞാൻ ഉണ്ടാക്കുന്ന പിന്നെ ഉപ്പേരി വെച്ച് തിന്നുന്നോ നോക്കിയിട്ട് ആസ്വദിച്ചോ എന്നല്ലാണ്ട് ഇതെല്ലാം ഇങ്ങനെ ഓരോ അതായത് ഇതിൻ്റെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു സാധനം പോലും ഈ വിരൽ വിട്ട് മിസ്സായി പോകരുത്. വേറെ വിരലിട്ട് ചുറ്റുകയും ചെയ്യരുത്. ഈ ചൂണ്ട് വിരൽ തന്നെ അത് ചുറ്റണം. ഇല്ലെങ്കിൽ പല അപകടങ്ങളുണ്ട്. അത് ഞാൻ ഈ അരിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം അപകടം എന്നാണെന്നുള്ളത് കേട്ടോ. അതാ എന്നാന്നോ ഇതാ അപകടം. ഇങ്ങനെ കൊത്തും വേണ്ടല്ലോ, ഈ കൊത്ത് വിരലിന് കൊത്തിപ്പോവും. ആ സാധനം ഇങ്ങനെ ചുറ്റി വെച്ചാൽ ആ ഉള്ള നമ്മളെ വിരലിന് അത് ഏൽക്കൂല. ഇങ്ങനെ ചെത്തും ഒന്നും വിരളിലൊന്നും പറ്റുമല്ല, ആ കൂനലിലാണ് പറ്റുക. എങ്ങനെയുണ്ട്? അതുകൊണ്ടാണ് പറയുന്നത് ചൂണ്ട് വിരലിന് തന്നെ അതിങ്ങനെ ചുറ്റി വെക്കണം. ഇതാ ഇല്ലെങ്കിൽ വിരൾ മുറിഞ്ഞ് വീണു പോലടോ നിങ്ങളെന്നാണ് പറയുന്നത്. എത്ര മൂർച്ചയുള്ള കത്തി അത് വിരളിലാണ്ടായിപ്പോൾ. അവസാനം ഉപ്പേരി ഒന്ന് വിരൽ വേണ്ടേ, പിടിക്കാൻ വിരലുണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചൂട് വിരലുമ്പോൾ നല്ല കട്ടിയിൽ ഇതിങ്ങനെ ചുറ്റി വെക്കണം. എന്നിട്ട് ഇതാ വിരലുകൊണ്ട് ഇങ്ങനെ തട്ടിയിടുന്നതെല്ലാം കണ്ടോ. അതാണ് ഇതെല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. ഇതിൻ്റെ എല്ലാം ഒരു കലയുണ്ട്. ഒരു താളത്തിൽ ഇങ്ങനെ കൊത്തിയിടണം. ചെറുങ്ങനെ 1.5 ഇഞ്ച് സെൻറ്റിമീറ്ററിലാണ് ഇതിങ്ങനെ മുറിച്ചിടുന്നത്. ഒരു കഷ്ണം പോലും വേറെ അളവിലുണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ ആക്കണം. നിങ്ങൾക്കൊന്നും ആവുമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന് നിൽക്കണ്ട. നിങ്ങൾ എന്തെങ്കിലും പിന്നെ ചമ്മന്തിയോ അല്ലെങ്കിൽ ചീര ഉപ്പേരി അങ്ങനത്തെ ആയിട്ട് ഉണ്ടാക്കാൻ നിന്നാൽ മതി കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ഞങ്ങളിത് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇന്നലെ സ്കാനിങ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇന്നാണ് കാണിക്കേണ്ടത്. ഇപ്പോൾ ഡോക്ടറെ അടുത്ത് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇനി ഇവിടെ നിൽക്കണ്ടേനോ? ഞാൻ കണ്ടില്ലാലോ. അപ്പോൾ പിന്നെ ഇന്ന് അധികവും ഡേറ്റ് പറയുമായിരിക്കും അല്ലേ? പ്രഗ്നൻസിൻ്റെ ഡേറ്റ് ഇന്ന് പറയുമായിരിക്കും. അപ്പോൾ ഏകദേശം സമയമല്ല. ഇപ്പോൾ ഇനി കൂടിപ്പോയാൽ ഒരാഴ്ച അല്ലേ, ഒരാഴ്ചയോ 10 ദിവസം കൂടിയേ മാക്സിമം പോയാൽ ഇനി ഉണ്ടാവുള്ളൂ. അത് മാക്സിമം ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് കാര്യം നോക്കിയിട്ട് ചിലപ്പോൾ പിന്നെ പെട്ടെന്ന് എന്നാണെന്നൊന്നും അറിയാമല്ലോ. നമുക്ക് പോയി നോക്കുമല്ലേ. അപ്പോൾ എന്നാൽ നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കാണാം. വാ, അറിയിട്ടൊന്നും എടുക്കണ്ട. ചെറിയ മഴക്കാർ പോലെ ഉണ്ടേ. ഇതെല്ലാം ഉണങ്ങിയല്ലേ? ഇതെല്ലാം ഇന്നലെ ഉള്ളതാണല്ലോ. ചെറിയൊരു മഴക്കാറില്ലേ? എടുക്കാം. ഇതൊക്കെ ഉണങ്ങി എടുത്ത നന്നായി എടുത്താൽ വെറുതെ ഞാൻ എടുത്തോളാം. ഇന്നത്തെ സ്കാൻ നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ രക്തഓട്ടമൊക്കെ നോർമലായിട്ടാണ് ഉള്ളത്. വേറെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രോട്ടീൻ കൂടുതലായിട്ടുള്ള ഫുഡൊക്കെ എല്ലാം കഴിക്കണം. 24-ാം തീയതിക്ക് ഗ്രാഫ് എടുക്കാനായിട്ടാണ് നോക്കുന്നത്. ബേബി എങ്ങനെയുണ്ടെന്ന് നോക്കാനുള്ള ഗ്രാഫും. പിന്നെ അടുത്ത ആഴ്ച 27-ാം തീയതിക്ക് സ്കാൻ ഉണ്ട്. സ്കാനിങ്ങിൽ നമ്മൾ ബേബിയുടെ വെയിറ്റ് എല്ലാം നോക്കിയിട്ട് നമുക്ക് ഡെലിവറിയുടെ ഡേറ്റ് ഡിസൈഡ് ചെയ്യാം. എന്നത്തേക്കാണ് അഡ്മിറ്റ് ആവേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എപ്പോഴായാലും ഹോസ്പിറ്റലിൽ വരണം. വെള്ളം പോലെ പോവുകയാണെങ്കിലോ അനക്കക്കുറവ് മെയിനായിട്ട് ബ്ലീഡിങ് ഒക്കെ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോയാൽ മതി. ഡെലിവറി ഡേറ്റ് നെക്സ്റ്റ് സ്കാനിങ് കഴിഞ്ഞിട്ട് നമുക്ക് അഡ്മിഷൻ്റെ ഡേറ്റ് ഡിസൈഡ് ചെയ്യാം. മാഡം ഇന്ന് നല്ല എല്ലാവരും കളർ ഡ്രസ് ആണ്. അതെ, ഇനി എല്ലാവരും ക്രിസ്മസ് സെലിബ്രേഷൻസ്. ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, താങ്ക് യു മാഡം. ക്രിസ്മസിന്റെ സ്പെഷ്യൽ കേക്ക് ആണ് അല്ലേ? താങ്ക് യു. ഇവ കഴിക്കാവോ? ഷുഗർ ഇല്ല. ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇവിടുന്ന് കേക്ക് കഴിക്കുന്നല്ലേ. എന്താ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇവിടെ ഒരുപാട് സ്റ്റാഫുണ്ട്. എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോയിൽ ഒരു ഹാപ്പി ക്രിസ്മസ് പറയാം കേട്ടോ. പിന്നോ കേക്ക് എങ്ങനെ ഉണ്ട്? ഇഷ്ടമായോ? നൈസായിട്ടൊരു കേക്ക് അങ്ങനെ നിൽക്കില്ലെങ്കിൽ. ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഡെക്കറേഷൻ ചെയ്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് എല്ലാവരും ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ മിന്നുവിന് ഒരാഗ്രഹം ഫോട്ടോ എടുക്കണമെന്ന്. അപ്പം ഞാൻ ചെറുപറ കുറച്ച് ഫോട്ടോ എടുത്തു കൊടുത്ത്. മിന്ന ഇന്ന് ഹോസ്പിറ്റലിൽ പോയാൽ എന്താണെന്നറിയാലോ, നല്ലൊരു സുഖം. നഴ്സുമാരൊക്കെ കളർ ഡ്രസ്സിലായിരുന്നു. കുറച്ചു നേരം കൂടി അവിടെ നിൽക്കുവാനെല്ലാം തോന്നുക ശരിക്കും പറഞ്ഞ.
എല്ലാവരും യൂണിഫോമിലാണ് ഉണ്ടാവില്ല. കാരണം ഇന്ന് ആടെ പിന്നെ ക്രിസ്മസിന്റെ ഭാഗമായിട്ട് എല്ലാരും കളർ ഡ്രസ് ഇട്ടതാ. റിസപ്ഷനിലുള്ള പോലെ ഒരു കളർ പാറ്റേണും പിന്നെ അങ്ങനെ ഓരോരുത്തര് ചിലർ പാറ്റേൺ ഒന്നും ഇല്ല. അങ്ങനെ ഞങ്ങൾക്ക് കേക്കും കിട്ടി കേട്ടോ. ഓലോട് മറന്നുപോയതാ. അന്നേരം നമ്മൾ ഓർപ്പിക്കണ്ടേ. ഓലിങ്ങനെ വിചാരിച്ചേനു ഹംസയും പിന്നെ ഇപ്പം വരും, ഓലിക്ക് ശേഷം കേക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചു ഓലൊരു പാത്രത്തിൽ എടുത്തു വെച്ചതേനു. പക്ഷെ ഓലോട് അങ്ങ് മറന്നുപോയി. അപ്പൊ ഞാൻ കേക്കൊന്നും ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറഞ്ഞ അന്നേരം ബേങ്ങി തന്നെയാ. അതുകൊണ്ട് എന്തായി, നല്ലോണം തിന്നാനായില്ലേ. ഉമ്മ ഷുഗറൊന്നും നോക്കാണ്ട് നല്ലോണം അടിച്ചു മാറുന്നാട്ടിക്കല്ലോ. കേക്കണ്ട, ചെറിയൊരു കഷ്ണ കിട്ടിയെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഇവിടെ ഇവരിപ്പോ ക്രിസ്മസിന്റെ പിന്നെ ഇതൊക്കെ ആയി വരികയാണല്ലോ. അപ്പൊ അതിന്റെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടില്ല. ഹോസ്പിറ്റലിൽ പോയ സന്തോഷങ്ങൾ എന്താന്ന് വെച്ചാല് നമുക്ക് കഴിഞ്ഞ പിന്നെ സ്കാനിങ്ങിനൊക്കെ ചെറിയ ഒരു ബുദ്ധിമുട്ട് പോലെ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ 30-ാം തീയതി ഏകദേശം നമുക്ക് ഡേറ്റ് അങ്ങനെ ഏകദേശം ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല അല്ലേ, വലിയ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡേറ്റ് അടുത്ത ആഴ്ച പറയാന്നാ പറഞ്ഞല്ലേ. അതായത് 27-ാം തീയതിയാണ് ഇനി സ്കാനിങ് വരുന്നത് അല്ലേ. അപ്പോൾ 27-ാം തീയതി പ്രഗ്നൻസിന്റെ ഡേറ്റ് ഒക്കെ പറഞ്ഞു തരാന്ന് പറഞ്ഞു. എന്തായാലും ജനുവരി ഒരു ഫസ്റ്റ് വീക്കിലാ കൂടിപ്പോയ ജനുവരി ഒരു 10-ന്റെ ഉള്ളിൽ അങ്ങനെ ആയിട്ടായിരിക്കും. അതിന്റെ മുമ്പ് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പെട്ടെന്ന് ചെല്ലാൻ വേണ്ടി പറഞ്ഞേക്ക്. അപ്പൊ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളെല്ലാവരെയും പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ആൾക്കാരെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട്, പലരും വന്ന് സംസാരിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം അല്ലേ, എല്ലാരോടും സന്തോഷം മാത്രം. എന്നാ പിന്നെ ഇറങ്ങിക്കാളെ, വേറൊന്നും ഇല്ലാലോ. 2 കഷ്ണം കേക്കും കൂടിയും കിട്ടുമോ നോക്കട്ടെ ഞാൻ ചെന്നിട്ടാടാ. എന്താ കേക്കിന് എനിക്ക് ആഗ്രഹം ഉണ്ടോ? സ്വഭാവം ഇത്. ഓരോരുത്തരും ഇവിടെ എനക്ക് കിട്ടിയില്ലെങ്കിലും എന്റെ ഭർത്താവിന് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങളെ കണ്ടിട്ട് ഈറ്റാലുണ്ട്. എനക്ക് കിട്ടിക്കിന്റെ മൂപ്പർക്കും കിട്ടണ്ടെന്ന് ആഗ്രഹിക്കുന്ന സ്വഭാവമുള്ള പെണ്ണുങ്ങള് മനസ്സിലായല്ലോ അല്ലെ നിങ്ങക്ക്? ഇത്രക്ക് ഉണ്ട്. ആയിക്കോട്ടെ. എനിക്ക് കേക്കിന് ഇനി ആഗ്രഹം ഉണ്ടാ? കേക്കിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു റെഡ് വെൽവെറ്റ് ഐറ്റം ആയിക്കൊണ്ടേരാ, പ്രശ്നമൊന്നുമില്ലേ. നീ മേടിക്കണ്ട, ചെറിയ കഷ്ണം എനിക്ക് എടുക്കാൻ ബാക്കി ഞാൻ തിന്നോളുന്നുണ്ട്. ക്രിസ്മസിന് നല്ലൊരു കേക്ക്, ഒരു ക്രിസ്മസ് കേക്ക് തിന്ന ഒരു പ്രത്യേക ഈ ഏരിയയിലൊക്കെ നല്ലോണം ഉണ്ടാവും കേട്ടോ അല്ലെ. കോഴിക്കോടിനെക്കാട്ടും ഇവിടെ ക്രിസ്മസ് കേക്ക് നല്ല രീതിയിൽ ഉണ്ടാവും അല്ലെ. ഇവിടെ ഒരുപാട് ചർച്ച കാര്യങ്ങള് ആഘോഷങ്ങളൊക്കെ ഈ വൈക്ക് നല്ല രീതിയിൽ ഉണ്ടല്ലോ. 29-നാ? ഈ മാസം 30-നാണ് കേട്ടോ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ ഇമ്മാസത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് മിന്നുവിന്റെ വക എനക്ക് എന്തോ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് എന്നാ പറഞ്ഞേ. എന്താ? എന്റെ വക വേറെ ഗിഫ്റ്റ് ഒന്നും ഇല്ല. അറിയിക്കോ അധികം എന്താ ഈ വീഡിയോയിൽ പറഞ്ഞാല് ഇവിടെ പടങ്ങാറാവുകയുള്ളൂ. ഇപ്പൊ പിന്നെ ഡിസംബർ 30-ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ തരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കൊറിയർ അയച്ചാൽ മതി കേട്ടോ. പോസ്റ്റ് ഓഫീസ് വഴി അയക്കണ്ട, അത് ലേറ്റ് ആവും. അല്ലാണ്ട് കൊറിയർ ആയിട്ട് അയച്ചാൽ വേഗം എത്തും. ഓക്കെ, നിറയിക്കാളെ ചോറ് തിന്നാലോ. അപ്പൊ ഇന്ന് ചോറ്റിന് എന്തെല്ലാന്ന് വെച്ചാൽ പപ്പടം ഉണ്ട്, പരിപ്പ് കറിയുണ്ട്, ഉണ്ണിക്കാമ്പുണ്ട്, ബീഫും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഈ ഉണ്ണിക്കാമ്പ് എന്ന് പറയുന്ന സാധനം. ഇത് വെച്ചാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക, ഒരു കുഴമ്പ് രൂപത്തിലുള്ള ഒരു പരിവായിട്ടാണ് ഉണ്ടാവുക. അത് നമ്മൾ കറിയിലേക്ക് ഇട്ട് നല്ലോണം കുഴച്ച് തിന്നണം. എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. എനിക്ക് തരക്കേടില്ല, മാണ്ടാന്നൊന്നും പറയല്ല, ലേശം അങ്ങ് തിന്നു. എന്നാലും എനിക്ക് അത്രക്ക് അങ്ങോട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടലില്ല. പിന്നെ പരിപ്പ് കറിയും പപ്പടവും ഒക്കെ ഉള്ളതുകൊണ്ട് ബീഫും കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. പപ്പടം നമ്മൾ തിന്നൽ നിർത്തിയതിന് തൽക്കാലത്തേക്ക് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കറണ്ടില്ല മക്കളെ. ചോറെല്ലാം തിന്ന് ലേശത്തെ കിടക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ കറണ്ടില്ല, ഫാനും തിരിയുന്നില്ല, ഒരു വയ്യും ഇല്ല. അപ്പോൾ വെറുതെ മീറ്റർ ഒന്ന് തൊട്ട് നോക്കിയാന്നല്ലാണ്ട് ഇപ്പോൾ അത് കഴിച്ചു നോക്കാനൊന്നുള്ള അറിവും നമുക്ക് ഇല്ലല്ലോ. അപ്പോൾ അവിടെ പോയി ഓക്കെ മീറ്റർ കത്തുന്നില്ല എന്നൊന്നുകൂടി ഒന്ന് ഉറപ്പിച്ചിട്ട് ഞാൻ പോയിട്ട് അവിടെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നത്. ചൂടാന്തിരിയും പോച്ചലും എടുത്തിട്ട് ഉള്ളിൽ നിൽക്കാനാകുന്നില്ല. അപ്പോൾ പുറത്ത് നിന്ന് ലേശം കാറ്റ് കിട്ടുമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അതായാലും ബാക്കി മറ്റേ മേക്സി ഇളകുന്നുണ്ടോ നിങ്ങൾ? ചെറിയൊരു ഇളങ്കാറ്റുണ്ട് എന്നല്ലാണ്ട് വേറൊന്നുമില്ല. നിങ്ങൾക്ക് മേക്സി മാത്രമല്ല ലേശം തെങ്ങുമലയൊക്കെ കാണിച്ചു തരാം. തേങ്ങാക്കുലകൾ ആടുന്നുണ്ടോ എന്നുള്ളത് കാണിച്ചു തരാം. ഇതാ തേങ്ങാക്കുല വീട്ടിൽ നൈസായിട്ട് ഓല ഒന്ന് ഇളകുന്നുണ്ട്. ഇളങ്കാറ്റ്, ഇതിനാണ് ഇളങ്കാറ്റ് എന്ന് പറയുന്നത്.